മേഘയെ ഫോണിൽ വിളിച്ചത് ആര്? ആ ഫോൺ കോൾ ആരുടേതെന്ന് കണ്ടുപിടിക്കണം. ദുരൂഹത ആരോപിച്ച മേഘയുടെ കുടുംബം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്ന് അച്ഛൻ മധുസൂദനൻ. ജോലി കഴിഞ്ഞ മകൾ ഉടനെ താമസ സ്ഥലത്തേക്ക് പോകുന്നതാണ് പതിവ്. ആ പോകുന്ന വഴിയിൽ റെയിൽവേ ട്രാക്കൊന്നുമില്ല. അവിടേക്ക് പോകണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് മകളുടെ മരണത്തിൽ ദുരൂഹത സംശയിക്കുന്നതെന്ന് മേഘയുടെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മരണത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മേഘയുടെ പിതാവ് മധുസൂദനൻ IBക്കും പോലീസിലും പരാതി നൽകി. സഹപ്രവർത്തകൻ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് അവൾ ട്രാക്കിലൂടെ നടന്നതെന്നാണ് ലോക്കോ പൈലറ്റ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഫോൺ കോൾ ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. പോലീസിനും IBക്കും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും മേഘയുടെ പിതാവ് പറഞ്ഞു. യുവതിയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ തകർന്ന നിലയിലായിരുന്നു. മൊബൈൽ കണ്ടെടുത്ത കോൾ ലിസ്റ്റ് അടക്കം പരിശോധിച്ച് ദുരൂഹത നീക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയാണ് മരിച്ച മേഘ. പേട്ടയ്ക്ക് സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിലാണ് മേഘയെ കണ്ടെത്തിയത്. പത്തനംതിട്ട അതിരിങ്കൽ സ്വദേശി മധുസൂദനന്റെയും നിഷയുടെയും ഏകമകളായിരുന്നു. 13 മാസം മുമ്പാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ IB ഉദ്യോഗസ്ഥയായി ജോലിയിൽ പ്രവേശിച്ചത്. പഞ്ചാബിൽ വെച്ച് നടന്ന പരിശീലനത്തിനിടെയാണ് മലപ്പുറം സ്വദേശിയായ യുവാവുമായി മേഘ അടുത്തത്. ബന്ധുക്കൾ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് മേഘയുടെ ഇഷ്ടത്തിന് വഴങ്ങി. വിവാഹത്തിലേക്ക് എത്തി നിൽക്കെ ഇയാൾ ബന്ധത്തിൽ നിന്നും പിന്മാറുകയായിരുന്നുവെന്നാണ് വിവരം.